ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, മണിക്കൂറുകൾ മാത്രം എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയോടെയാണ് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ എക്സിറ്റ് പോൾ പലതും പ്രവചിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിട്ടുണ്ട്, ചില സമയങ്ങളിൽ അത് നടന്നിട്ടില്ല, ശരിയായിട്ടില്ല. എന്തായാലും ശരിയാണ്, നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. എക്സാക്ട് പോൾ ആണെന്ന് നമുക്കിപ്പോഴും അതിനെ പലതും പറയാൻ പറ്റുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരണത്തിൽ തുടരും എന്നുള്ള നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. കാരണം ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനങ്ങളുമെല്ലാം ജനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തും. പിന്നെ സ്വാഭാവികമായി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, എപ്പോഴും കേരളത്തിൽ അറിയാൻ പറ്റുന്നതാണ്, എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ആ ചേഞ്ച് ആഗ്രഹിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ തവണ ജനങ്ങൾ വോട്ട് ചെയ്തു. അതുകൊണ്ട് എപ്പോഴും ചേഞ്ചിന് വേണ്ടി ജനങ്ങൾ നിൽക്കും എന്നുള്ള പ്രതീക്ഷ അതോടെ നമ്മൾ കളഞ്ഞു. അതുകൊണ്ട് തുടർ ഭരണം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാനെടുത്ത കണക്കുകളായാലും പാർട്ടിയിൽ നിന്നും എല്ലാം എടുത്ത കണക്കുകൾ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ്. പിന്നെ എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടിക്കാതിരിക്കുന്ന കാര്യമല്ലേ. എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ തോക്കുമെന്നോ എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്തൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതിനകത്തിരിക്കുന്ന കാര്യങ്ങൾ നാളെ എണ്ണുമ്പോൾ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ജനവിധി എന്തായാലും അതിന് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ജയിക്കും. UDF ക്യാമ്പിലേക്ക് വലിയ പ്രതീക്ഷയാണ്, കാരണം അവിടെ മന്ത്രിസഭ രൂപീകരണത്തിന്റെ ചർച്ചകൾ പോലും നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, UDF ക്യാമ്പിൽ നല്ല പ്രതീക്ഷ ഇപ്പോഴും നല്ലല്ലോ, നേരത്തെ ഉണ്ടല്ലോ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. ഞാനെ കുറ്റപ്പെടുത്തുന്നില്ല, മുന്നണികളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിശ്ചിതാവസ്ഥകൾ പലതും അത് തിരുത്തേണ്ട സമയം അവരുടേതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും അവരുടെ പൊതുജനങ്ങൾ വിലയിരുത്തുകയല്ലേ ഓരോന്നും. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന നിശബ്ദത പാലിക്കാൻ പറയുമ്പോഴും പലവരുടെയും പോസ്റ്റർ പലയിടത്ത് പൊങ്ങാൻ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പലവരും പറയുകയും അതൊക്കെ അവരുടെ മുന്നണിക്കകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം എന്നെ വിമർശിച്ചുകൊണ്ട് അവരാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടവരാരങ്ങനെ വിമർശിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളൊന്നും ഇപ്പോൾ പറയുന്നില്ല. എല്ലാം പറയേണ്ടത് നാളെ വൈകുന്നേരമാവട്ടെ. തവണ ഒരു നേമത്താണ് വലിയൊരു തിരുവനന്തപുരത്ത് ഒരു പ്രതീക്ഷ BJP വെക്കുന്നത്. അപ്പോൾ ഒരു താമര വിരിയാനുള്ളൊരു സാധ്യത സംസ്ഥാനത്തുണ്ടെന്ന് തോന്നുന്നു. താമര ഇതിനു മുമ്പ് ഒരിക്കൽ വിരിഞ്ഞതല്ലേ. ആ വിരിഞ്ഞ താമര നമ്മളറിയാമല്ലോ അത്. അപ്പോൾ നേമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അവിടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട്. ശ്രീ ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് വിലയിരുത്താൻ ജനങ്ങൾക്ക് അറിയാം. ഏറ്റവും നല്ല രീതിയിൽ സമയബന്ധിതമായി കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മേഖല എങ്ങനെ കൈകാര്യം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോയി യാതൊരു വിധത്തിലുമുള്ള ഒരു പ്രശ്നവുമില്ലാതെ എന്ത് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് മത്സരിക്കുന്നത്. നിയമമൊക്കെ നല്ല പ്രതീക്ഷയാണ്. ഇതൊക്കെ ഓരോരുത്തരും പറയുന്നതാണ്. നിയമമൊക്കെ നല്ല പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാണ്. ഡേറ്റാസ് സൂചിപ്പിക്കുന്നു. അതുകൂടാതെ ചെയ്ത പ്രവർത്തനത്തിന് വില നാട്ടുകാർ നൽകും എന്ന പ്രതീക്ഷയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.